നമസ്കാരം. ഒരു ചെറിയ ഗ്രാമത്തിൽ രാധ എന്നൊരു 7 വയസ്സുകാരി പെൺകുട്ടിയും അവളുടെ അമ്മയും ജീവിച്ചിരുന്നു. രാധയുടെ അച്ഛൻ അവൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയിരുന്നു. അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്താണ് അവളെ വളർത്തിയിരുന്നത്. വല്ലാത്ത ദാരിദ്ര്യമായിരുന്നെങ്കിലും അമ്മ രാധയെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. എല്ലാ ദിവസവും വൈകുന്നേരം നിലവിളക്ക് കൊളുത്തിവെച്ച് അമ്മയും മകളും ഒന്നിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം നീ അറിയുന്നുണ്ടല്ലോ കൃഷ്ണ എന്നതായിരുന്നു അമ്മയുടെ സ്ഥിരം പ്രാർത്ഥന. ഒരു ദിവസം പെട്ടെന്നാണ് രാധയുടെ അമ്മയ്ക്ക് കടുത്ത പനി ബാധിച്ചത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതെ അമ്മ കിടപ്പിലായി. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനോ ഒരു തുള്ളി കഞ്ഞി വയ്ക്കാനോ ആ വീട്ടിൽ അന്നൊരു നയാ പൈസ ഇല്ലായിരുന്നു. വിശപ്പും പനിയും കാരണം അമ്മ തളർന്നുറങ്ങി. അമ്മയുടെ അവസ്ഥ കണ്ട് ആ കൊച്ചുകുട്ടിക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ചെറിയ പൂജാമുറിയിലെ കൃഷ്ണന്റെ ചിത്രത്തിന് മുന്നിൽ ചെന്നു നിന്നു. അമ്മ എപ്പോഴും പറയാറുള്ളത് രാധ ഓർത്തു. നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും ഭഗവാൻ കൃഷ്ണൻ കൂടെയുണ്ടാകും. അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ അമ്മയ്ക്ക് വല്ലാതെ പനിയാണ്. മരുന്ന് വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അമ്മയെ എനിക്ക് വേഗം സുഖപ്പെടുത്തി തരണം. എല്ലാവരും കടയിൽ പോയി കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടം ഞാൻ നിനക്ക് തരാം. പകരം എനിക്ക് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കുറച്ച് കാശ് തരുമോ? അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മൺപാത്രം കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് കരഞ്ഞു തളർന്ന് പൂജാമുറിയിൽ തന്നെ ചുരുണ്ടുകൂടി ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ അമ്മയുടെ പനി അല്പം കുറഞ്ഞു. കണ്ണു തുറന്ന അമ്മ പൂജാമുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന മകളെയാണ് കണ്ടത്. അവളെ വിളിച്ചുണർത്താൻ ചെന്ന അമ്മ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. രാധ ഭഗവാന് മുന്നിൽ വെച്ച ആ കൊച്ചു മൺപാത്രത്തിനുള്ളിൽ തിളങ്ങുന്ന കുറച്ചു നാണയങ്ങളും ഒരു 100 രൂപ നോട്ട് വിരിക്കുന്നു. ഒപ്പം ഒരു ചെറിയ കുറിപ്പും, മകൾ രാധയ്ക്ക് ഭഗവാന്റെ വക. അമ്മയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ രാധയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഭഗവാൻ നേരിട്ട് വന്ന് കാശ് തന്നതാണെന്ന് രാധ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? തലേ ദിവസം രാത്രി കനത്ത മഴയത്ത് ആ വഴി കടന്നുപോയ ഒരു ദയവുള്ള ഡോക്ടർ ഈ ചെറിയ വീട്ടിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും കൃഷ്ണനോടുള്ള യാചനയും കേൾക്കാനിടയായി. ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയ അദ്ദേഹം ആ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞു. കുട്ടിയുടെ നിഷ്കളങ്കമായ വിശ്വാസം തകരാതിരിക്കാൻ അവൾ ഉറങ്ങിയ നേരം നോക്കി അദ്ദേഹം ആ മൺപാത്രത്തിൽ കാശും ഒരു കുറിപ്പും വെച്ചതായിരുന്നു. ഭഗവാൻ ആ ഡോക്ടറുടെ രൂപത്തിലാണ് ആ വീട്ടിലെത്തിയത്. പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചാൽ നമുക്ക് കൂട്ടായി ആ കണ്ണൻ എപ്പോഴും കൂടെയുണ്ടാകും. മാധവം എന്ന ഈ ചാനലിലൂടെ ഗുരുവായൂരപ്പൻ്റെ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളോടൊപ്പം ചേരുക.